ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഷസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ടൂറ് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ടൂറ് പോകാൻ നമ്മൾ ഫാമിലി മൊത്തമായിട്ട് അല്ലാണ്ട് നമ്മൾ ടൂറ് പോകാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഉണ്ട് ഞങ്ങൾക്ക് കസിൻസിന് എല്ലാവർക്കും കൂടെ ഒറ്റയ്ക്ക് ഒരു ടൂറ് പോകണം. ആർക്കും ടൂറ് പോകാനൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രമേ ഇത്തിരി ടൂറ് പോകാനുള്ള ഇത്തിരി ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 5 പേരായിട്ട് എങ്ങനെ ടൂറ് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് ടൂറ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അതിന് മോയ്സ്ചറൈസറും സൺസ്ക്രീന്, ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, അതേപോലെ സ്റ്റോക്ക് ക്രീം, കണ്ണൊക്കെ എഴുതി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നാച്ചുറൽ ലൈറ്റിലാണ് വീഡിയോസൊക്കെ എടുക്കാറ്. ഇപ്പോൾ നേരം 5:30 6 മണിയോ എങ്ങാണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ഇല്ല, ചെറുതായിട്ടുള്ളൂ. എന്നാലും ഞാൻ വെറുതെ ഒരു എടുത്തോന്ന് മാത്രം കേട്ടോ. വെളിച്ചമുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാലേ അറിയാം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് പോകാൻ വേണ്ടിയിട്ട്. എങ്ങനെയായിരിക്കും, ട്രാൻസ്പോർട്ട് ബസ്സല്ലേ, നമ്മളറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒക്കെ പാടെ കൂടിയിട്ട് മിക്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ കസിൻസ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ 5 പേര് മാത്രമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്തിരി വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇന്ന് സ്ഥലം മാറി വീഡിയോ എടുത്തതാണ്. അപ്പം ഞാൻ റെഡിയായി, ഷാളൊക്കെ ഇട്ടു. പിന്നെ എൻ്റെ ബാഗിൽ നമുക്ക് ഞാനൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ഉച്ചയ്ക്കലത്തെ ഫുഡും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് അത് മെയിനാണല്ലോ. ആ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബാഗിലൊരു ഇത്തിരിക്കോളം സാധനങ്ങൾ വെച്ചിട്ടുള്ളൂ, പക്ഷേ ബാഗ് ബോംബ് പോലെയാണ് ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ ചാലക്കുടി വരെയാണ് പോകേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ ടൂറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് തീറ്റയാണല്ലോ മുഖ്യം. അപ്പോൾ അതുകൊണ്ടൊരു സമൂസയൊക്കെ മേടിച്ച് തന്നു, ഒരു ഉഴുന്നുവടയൊക്കെ തന്നു. നമ്മളങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബസ് നിറച്ച ആൾക്കാരാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമായി. അപ്പോൾ ഞാനൊക്കെ സാൻഡ്വിച്ചാണ് കൊണ്ടുവന്നിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ തന്നു. പിന്നെ നമ്മൾ ഫുള്ള് ചില്ലായി, വൈബായി. പിന്നെ പിന്നെ നമ്മൾ മാത്രം തുള്ളലുകൊണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിരപ്പള്ളിയിൽ നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടു, അതായത് കുറേ കുരങ്ങന്മാരെ നമ്മൾ കണ്ടു. അപ്പം കുരങ്ങന്മാരെ കൂടെയൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. അതൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിൽ കുറേ ഫോട്ടോസ് എടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മൾ ഏതോ ഒരു വെള്ളച്ചാട്ടമുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് പിക്കുകളൊക്കെ എടുത്തു. അങ്ങനെ വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏത് സ്ഥലം എന്ന് എനിക്ക് പേര് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കുറേ ഇതെടുത്തു. പിന്നെ നമ്മൾ മാങ്ങ ഉപ്പിലിട്ടത് കഴിച്ചു. അത് കഴിഞ്ഞൊന്ന് മയങ്ങി കഴിഞ്ഞ് എണീറ്റപ്പോൾ എല്ലാവരും പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ്. എന്താ നോക്കിയപ്പോൾ ആന എന്ന് പറഞ്ഞാണ്. പക്ഷെ ഞാൻ ആനയൊന്നും കണ്ടില്ല. പിന്നെ എവിടെയോ നിർത്തി, ഒരു പവർ ഹൗസിൻ്റെ അവിടെ നിർത്തി. അവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഭയങ്കര ചില്ലായി. പിന്നെ നമ്മൾ ഫുള്ള് തുള്ളലാണ്. പിന്നെ നമ്മളവിടെ എത്തണം വരെ ഫുള്ള് ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ തുള്ളി നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഞങ്ങൾ കുറച്ച് നേരം അടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പാട്ടുണ്ടായിരുന്നു. പാട്ടിന് കുറച്ച് കോറസൊക്കെ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരളം തമിഴ്നാട് ബൗണ്ടറി ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ല തേയിലത്തോട്ടവും നല്ല തണുപ്പൊക്കെ ആയിട്ടൊരു സ്ഥലത്താണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞൊരു പഞ്ഞിമിഠായും ഒരു പുളിമിഠായിയൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ ആ ഒരു ഓൾറെഡി അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഏതോ ഒരു ഡാമിൻ്റെ അവിടെ നിർത്തി സ്വീറ്റ് കോണും അതേപോലെ തന്നെ പൊട്ടാറ്റോ ഫ്രൈസ് സംഭവങ്ങളൊക്കെ കഴിച്ചു. പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഏതോ ഒരു പള്ളിയിൽ എന്തോ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ വണ്ടിയിലിരുന്ന് ആ പരിപാടികളൊക്കെ കണ്ടു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ കണ്ട് നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടൂറായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറി. ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.